നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്രോൺസ് ഡിസീസ്. It is an inflammatory disease may occur in anywhere in the gastrointestinal tract. ഗ്യാസ്ട്രോഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ എവിടെ വേണേലും ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ് ക്രോൺസ് ഡിസീസ്. ബട്ട് മോസ്റ്റ് കോമൺ ആയി ഇത് കാണുന്നത് അറ്റ് ദ ടെർമിനൽ എൻഡ് ഓഫ് ഇലിയം. ഇറ്റ് ലീഡ്സ് ടു തിക്കനിങ് ആൻഡ് സ്കാരിങ്, നാരോയിങ് ഓഫ് ദി human formation of fistulas, ascites and ulceration. Crohn's disease is characterized by remission and exerception. Remission എന്നാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എക്സർസെപ്ഷൻ എന്നാൽ ദി കേസ് ഓഫ് മേ വേഴ്സണിങ് ഓഫ് ദി സിറ്റുവേഷൻ. പേഷ്യൻ്റ് അസസ്മെൻറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് ആർ ഫീവർ, അതായത് പേഷ്യൻറ്റിന് ഹൈ ഗ്രേഡിലുള്ള ഫീവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പേഷ്യൻ്റ് മേ എക്സ്പീരിയൻസ് അബ്ഡോമിനൽ ടെൻഡർനെസ്. നെക്സ്റ്റ് ഡയേറിയ, അതായത് ഡയേറിയ ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റമാണ്. ഇൻ ഡയേറിയ ഇറ്റ് മേ കണ്ടെയ്ൻ സംടൈംസ് പസ് ആൻഡ് മ്യൂക്കസ്. അനോറെക്സിയ, നോസിയ, വൊമിറ്റിങ്, ഡീഹൈഡ്രേഷൻ, അനീമിയ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആൻഡ് മാൽ ന്യൂട്രീഷൻ, ഇതൊക്കെയാണ് അസസ്മെൻറ്റിൽ വരുന്നത്. ഇനി നമുക്ക് മെഡിക്കൽ ആൻഡ് സർജിക്കൽ മാനേജ്മെൻറ്റ് നോക്കാം. മെഡിക്കൽ ആൻഡ് സർജിക്കൽ മാനേജ്മെൻറ്റിൽ ഇനീഷ്യൽ ഫേസിൽ തന്നെ നമ്മൾ ആ പേഷ്യൻറ്റിനെ MPOയിലേക്ക് വെക്കുന്നു. പേഷ്യൻറ്റ് ഫ്ലൂയിഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ക്യാൻ ബി മെയിൻറ്റൈൻഡ് ത്രൂ intravenous fluids. Patient should be kept with the strict bed rest, restrict the client activities to reduce intestinal motility. Assess the client abdominal sound and also their bowel sounds, and also client should be assessed for pain cramps. അതുപോലെ പേഷ്യൻ്റ് സ്റ്റൂള് നമ്മൾ കൺസിസ്റ്റൻസിക്കും പ്രസൻസ് ഓഫ് ബ്ലഡിനും ഒക്കെ അസസ്മെൻറ്റ് നടത്താം. ഇനി നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ സ്റ്റേബിളാക്കി തന്നെ വെക്കുക. അതുപോലെ ക്ലിയർ ഫ്ലൂയിഡ്സിൽ നിന്നും ലിക്വിഡ് ഫ്ലൂയിഡ്സിലേക്ക് പേഷ്യൻറ്റിനെ നമുക്ക് മാറ്റാം. ദെൻ ഇഫ് ദ പേഷ്യൻ്റ് ഈസ് കോപ്പറേറ്റിംഗ് ഓർ ടോളറേറ്റിംഗ്. അതുപോലെ പേഷ്യൻറ്റിന് ലോ ഫൈബറും ഹൈ പ്രോട്ടീൻ ഡയറ്റ് വേണം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ. ദെൻ പേഷ്യൻറ്റിന് ന്യൂട്രീഷൻ സപ്ലൈ നോക്കുകയാണെങ്കിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി, ഈ സപ്ലിമെൻറ്റ്സ് വേണം നമ്മൾ പേഷ്യൻസിന് കൊടുക്കാൻ. അതുപോലെ ഓർഡേർഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ ടൈംലി തന്നെ പ്രൊവൈഡ് ചെയ്യുക. മെഡിക്കേഷൻസ് വൈഡ് വെറൈറ്റി ഓഫ് മെഡിക്കേഷൻസ് ഉണ്ടായിരിക്കും. ആൻറ്റി ഡയേറിയൽസ് കൊടുക്കാം, ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കാം, കോർട്ടിക്കൽ സ്റ്റിറോയിഡ്സ് കൊടുക്കാം. അപ്പോൾ അതൊക്കെയും ടൈം അനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ചില ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പേഷ്യൻസിനോട് പറയുക. ഇത് ഫുഡ്സ് ലൈക്ക് ഗ്യാസ് ഫോമിങ് ഫുഡ്സ്, മിൽക്ക് പ്രോഡക്ട്സ്, പെപ്പർ അടങ്ങിയിട്ടുള്ള ഫുഡ്സ്, ഹൈ ഫാറ്റി ഫുഡ്സ്, ഫ്രൈഡ് ഫുഡ്സ്, ഇതൊക്കെയും പേഷ്യൻസിനോട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ ആൽക്കഹോള്, സിഗരറ്റ്, ഇതൊക്കെയും തന്നെയും അവോയ്ഡ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനെ നമ്മൾ ഇൻസ്ട്രക്റ്റ് ചെയ്യണം. സോ ദീസ് ആർ ദ മെഡിക്കൽ മാനേജ്മെൻറ്റ് ടു ബി ഫോളോ ഇൻ കേസ് ഓഫ് ക്രോൺ ഡിസീസ്. ഇനി നമുക്ക് സർജിക്കൽ മാനേജ്മെൻറ്റ് നോക്കാം. സർജിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ പോസ്റ്റ്പോണ്ട് ചെയ്യുകയാണ് പതിവ്. ടോട്ടൽ പ്രോക്ടോകോളക്ടമിയാണ് ചെയ്യുന്നത് വിത്ത് ദ പെർമനൻറ്റ് ഇലിയോസ്റ്റമി. പിന്നെ കോക്ക് ഇലിയോസ്റ്റമി ചെയ്യാറുണ്ട്, ഇലിയോ ഏനൽ റിസർവർ ചെയ്യാറുണ്ട്, ഇലിയോ ഏനൽ ആസ്തമോസിസ്. സോ ദീസ് ആർ ദ സർജിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് ക്രോൺ ഡിസീസ്. മെഡിക്കൽ മാനേജ്മെൻറ്റ് ആർ ഓൾസോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്.